അനുമോൾ നിങ്ങളെ കണ്ടോ? കണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ജയിലിലായിരുന്നില്ലേ? രണ്ടാമത്തെ ജയിലിൽ കിടന്ന് കണ്ടോ? ജയിലിൽ കിടന്നല്ല കണ്ടത്. പിന്നെ എന്താ നിങ്ങൾ കണ്ടത്? ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ശരി, ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി. ഞാൻ യുഎസിലാണ്, ഞാൻ നോക്കി. ഞങ്ങൾ അത് കണ്ടിട്ടില്ല. അങ്ങനെ കാര്യം ഇവിടെ അനുമോള് കൃത്യമായി ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ആ കാര്യത്തിന് അഭിനന്ദനം. അത് ഞാൻ കൈകൊട്ടുന്നു എന്നുള്ളതാണ്. കാരണം ഒരാൾ കാണാത്ത ഒരു കാര്യം പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാം. പക്ഷെ ഇവിടെ ഇതിനെ സാധൂകരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആവും, പക്ഷെ ഒരാളും വിഷമിക്കണ്ട, കറക്റ്റ് തെളിവുണ്ട്. നമുക്ക് തെളിവായിട്ടുള്ള ഒരു ക്ലിപ്പ് കാണാം. നീ ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. ഓക്കെ, ഈ ഒരു ക്ലിപ്പ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരുണ്ടാക്കിയെടുത്തതാണെന്നാ പറയുന്നത്. ഇവിടെ അനുമോള് ആ റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവര് പുതപ്പ് താഴ്ത്തിയിട്ട അനുമോളെ കണ്ടപ്പോ അങ്ങ് മൂടിയിട്ടു. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളും അവര് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയും. പക്ഷേ ക്യാമറ കണ്ണിൽ നിന്ന് കാണാത്ത ഒരു ആംഗിൾ ആ ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ഒന്നുകൂടി കാണാം, കണ്ടോളൂ. അതിൽ ക്യാമറ ആംഗിളിലല്ലാതെ അനുമോളിന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ. സംശയം തീർന്നോ? അനുമോള് കണ്ടു എന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് അനുമോൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പിലുള്ളത് മാത്രമാണ് അനുമോൾ കണ്ടിട്ടുള്ളത്? അല്ല. വീണ്ടും അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾ ജയിലിലായിരുന്നല്ലോ എന്നാ പറയുന്നേ. അതല്ല, ഒരു എപ്പിസോഡിന്റെ ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ബോധമുള്ള ആൾക്ക് മനസ്സിലാവില്ല. ലാലേട്ടൻ എന്തുകൊണ്ടത് പറഞ്ഞത് എനിക്കറിയില്ല. ജയിലിൽ കയറുന്നതിന് മുന്നേ ആ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആ ദൃശ്യം ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയില്. അതിന് സമയമായിട്ടില്ല, അത് മറ്റൊരു തെളിവായിട്ട് കാണിക്കാനുള്ളതാ. ലാലേട്ടൻ പറയുന്നു 24 മണിക്കൂറും കാണുന്നത് ഞങ്ങളത് കണ്ടില്ല എന്നത്. അപ്പൊ ഞങ്ങൾ എന്താ പൊട്ടനാ? ചോദിക്കട്ടെ. 24/7 കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു 12-1 മണിക്ക് ശേഷം വലിയ കണ്ടന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂം ഓണാക്കി വെക്കും. അതിൽ ഈ ക്യാമറ ഉണ്ടാവും. അവരങ്ങോട്ട് തിരിയണതും ഇങ്ങോട്ട് തിരിയണതൊക്കെ ആയിട്ടുണ്ടാവും. പലപ്പോഴും ഞാൻ ആ സൈഡിൽ ഈ ഒരു മൊബൈൽ ഫോൺ അവിടെ വെച്ചിരിക്കും. അവിടെ വെറുതെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും. വേറെ മൊബൈൽ ഫോണിലാവും ഞാൻ ചിലപ്പോൾ മറ്റുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് പലപ്പോഴും അങ്ങോട്ടും കൊണ്ട് ആളുകൾ നടന്നു പോണതൊക്കെ ഇവർ കാണിക്കാറുണ്ട്. എന്നാൽ എഡിറ്റഡ് ആണ്. ഇത്രയും മാത്രം പ്രശ്നം ഉണ്ടായി ഒരു സാധനങ്ങൾ എന്തുകൊണ്ടെന്ന ലാലേട്ട എപ്പിസോഡ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല? അത് അവിടെ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാമും അത്യാവശ്യം ആളുകളിലേക്ക് എത്തണം. ഈ ഒരു കോൺട്രവേഴ്സി മനഃപൂർവ്വം ഈ രീതിയിൽ വഷളാക്കിയതും എന്നാൽ ഇവരൊക്കെ തന്നെ അല്ലേ? കഴിഞ്ഞില്ല, അടുത്ത ക്ലിപ്പ് കാണാം. ഞാൻ കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ല ലേട്ടാ, പക്ഷെ ഞാൻ കണ്ടു. അത് ഞാൻ ഉറച്ചു. അതെങ്ങനെയാണ് ബാക്കി ആരും കാണാത്തൊരു കാര്യം, ഞങ്ങളെ പോലും കാണാത്തൊരു കാര്യം നിങ്ങൾ കാണും? ഇതൊരു ഷോ അല്ലേ? ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ? ഞാൻ കണ്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്നെ എന്താണ്? അമ്മയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഓപ്പൺ ആയിട്ട് എല്ലായിടത്തും പബ്ലിക്. ഓക്കെ, ഞങ്ങൾ കാണാത്തത് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ഞാനൊരു ക്യാമറ ആംഗിൾ കാണിച്ചു തന്നല്ലോ. അതിൽ അവർ കണ്ടിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റുക? അതൊന്നും കൂടാതെ അവർ വീണ്ടും കണ്ടു. ഇത് ഒരാളോടല്ല, ഒരുപാട് ആളുകളോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ? ഇനി നമുക്ക് അടുത്ത് ഒരു സംശയം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. ഒന്ന് കാണാം. പുലർച്ചെ എത്രയോ സമയത്താണ്, പുലരാങ്കാലത്ത് ഒന്ന് കാണാം. അയാൾ എവിടുന്നോ പുറത്ത് വന്ന് നേരെ ബെഡിൽ കയറി അതാ കിടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊരു ബെഡിൽ കയറി കിടക്കുകയാണെങ്കിൽ ഒരു 2-3 തവണയൊക്കെ പുതപ്പ് അങ്ങോട്ട് മാറ്റി ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കണൊക്കെ സ്വാഭാവികമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അടുത്ത പുതപ്പിലേക്ക് കൈ കടക്കുന്നുണ്ട്. കണ്ടോ? ആണ് അനുമോൾ ഉറങ്ങാതെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്നാണ് അനുമോള് അവകാശപ്പെടുന്നത്. ഈ ഒരു കാര്യത്തിന് വേറൊരു രീതിയിലേക്ക് ആക്കിയെടുക്കേണ്ട കാര്യം ഉണ്ടെന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു വിഷയം കൃത്യമായിട്ട് അനുമോള് നൂറ അതിലയോട് പറയുന്നതാണ്. നിങ്ങൾ അനുമോള് പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് സ്വരച്ചേർച്ച ഇല്ലാത്തതുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാവും. ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമില്ല. നീ പറയില്ലായിരുന്നു നമ്മുടെ ഇടയിൽ നിന്ന് പോയാ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞത്. നിന്നെ അടുത്ത് ഭ്രാന്ത് പിടിപ്പിച്ചിട്ട് അതെ അവനായിട്ട് ചെയ്യിപ്പിച്ചത് അതിനെ കൊണ്ടത്. ഞാൻ പറയില്ലായിരുന്നു ഈ കാര്യം. പറഞ്ഞതിൽ കുഴപ്പമില്ല, അതിൽ സത്യം ഉണ്ടെന്ന് നിനക്ക് വിശ്വാസം കുഴപ്പമില്ല. കണ്ടില്ലേ, അവരവിടെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കണ്ണിലൂടെ അത് കണ്ടു എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അതിൽ ഉറച്ചു നിൽക്കുക, ഒരു പ്രശ്നമില്ല. അനുമോൾ അതിൽ നിന്ന് ഒരു തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ട് മാറില്ല. ഷാനവാസ് ഖാനോട് കൃത്യമായിട്ട് അവള് കാര്യം പറയുന്നുണ്ട്. ഈ ഒരു സാധനം ഞാൻ പറയാതിരിക്കാൻ മനഃപൂർവ്വം, അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഇതൊക്കെ എന്നാ 24/7 കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ, കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യുന്നില്ല. ഇവിടെ റേറ്റിംഗിന് വേണ്ടി ഈ ഒരു സാധനം കാണിക്കുകയാണ്. ഇപ്പൊ ലാലേട്ടനെ നമ്മൾ പൊക്കി അടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവരുടെ ഒരു ഡയറക്ഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ്. അത് അവരുടെ തല പ്രവർത്തിക്കുന്നതാണ്. സംശയമൊന്നും വേണ്ട. ഇത്രയും കാര്യങ്ങളെ ഇവിടെ ഓടുള്ളൂ എന്ന് വ്യക്തമായിട്ട് അറിയാം.
എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നോ? ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നോ? നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? ഇത് ഷോ അല്ലേ? ഞങ്ങൾക്ക് പുറത്ത് പോണ്ടേ? നമ്മുടെ എത്ര 3 ജനറേഷൻ 4 ജനറേഷനിലെ ഈ ഷോ ആണെന്ന് എല്ലാവരുമായിട്ടാണ് പറയണേ. ഓക്കെ, നാണമാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എഡിറ്റഡ് ആയിട്ടാണ് 24/7 എപ്പിസോഡിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങളുടേതായ രീതികളിലാണ് മാറ്റുന്നത് അല്ലെ? ഈ സാധനം ഒഴിവാക്കിയ പോരെ? നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. അനുമോൾ ഉറച്ചു നിൽക്കുന്നു ഞാൻ കണ്ടു എന്നുള്ളത്, ലാലേട്ടൻ പറയുന്നു ഞാൻ അവിടുത്തെ ക്യാമറയിലൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളത്. നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ഇപ്പൊ ലാലേട്ടാ ഇതൊരു മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള ആളുകൾ ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തി, അത്രത്തോളം ആളുകളിലേക്ക് അത് എത്തി, വൈറലായി, റേറ്റിംഗ് കിട്ടി, അത്യാവശ്യം കിട്ടിയില്ലേ? ഇനി ഇപ്പൊ പറയുന്നു കൊള്ളാം, അത് കഴിഞ്ഞിട്ടില്ല. നൂറ ആദിലയെ ലാലേട്ടൻ പൊരിക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. ലാലേട്ടൻ എല്ലാവർക്കും ഇതെന്താണെന്ന് ക്ലാരിറ്റി കിട്ടാൻ ഒരു കഴിഞ്ഞോട്ടെ, എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അത് ആക്ച്വലി ചെയ്തത് മോശം, ഡിമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു. അല്ലല്ല, അതിന് മുമ്പുള്ള കാര്യം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോ ഇവര് റെനയായിട്ട് നമുക്ക് നൈറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അന്ന് ബഹളമായിട്ട് ബിഗ് ബോസ് ഇവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും പോയി കിടന്നപ്പോ ഇവർ രണ്ടുപേരും നമ്മളിങ്ങനെ നോക്കുന്ന പോലെ, അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ നോക്കാൻ വേണ്ടിട്ട് വെറുതെ കളിക്കുകയാണ്, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുമല്ലോ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മളെ പറ്റി പറയാം, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ അനു വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് നീ മൈൻഡ് ആക്കണം, നീ കിടന്നുറങ്ങിക്കോ, എന്താണ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഗതി ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അനുമോളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്, അനുമോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. പക്ഷെ അവൾ ഉറപ്പിച്ചാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, പക്ഷെ നിങ്ങളല്ലേ ഇതൊക്കെ എന്താണ് പുതപ്പെടുത്തുകൊണ്ട് കൊടുക്കുന്നത്? ആലോചിച്ച് എന്നിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന സ്ഥലത്ത് 2 പെൺകുട്ടികൾ കിടന്ന് ശരി, ലാലേട്ടൻ ശരി, അത് സമ്മതിക്കുകയാണ്. നിങ്ങൾ അനുമോള് പറഞ്ഞ കാര്യത്തിന് യോജിക്കുന്നു. അതായത് അവൾ അത് കണ്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യം ശരി. എന്നാലും പുതപ്പെടുത്ത് കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ആള് ചോദിക്കുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? കൃത്യമായി അനുമോള് കണ്ട ആംഗിളിൽ, ക്യാമറയിൽ ആ ആംഗിളിൽ കൃത്യമായി കാണാൻ കഴിയും. അനുമോൾ എന്ത് കണ്ടു എന്നത് നമുക്ക് കാണാൻ കഴിയാത്തൊരു ആംഗിളാണ്. അതൊന്നും കൂടാതെ പുലരാൻ കാലത്തുള്ള ഒരു ക്ലിപ്പും കൂടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ക്ലിപ്പുകളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ നൂറയുടെ ഒരു സൗദിയിൽ ഒരു അറബി എന്നെ അത് ചെയ്തു എന്ന് പറയുന്ന ക്ലിപ്പേ ഇല്ല, കാണാനേ ഇല്ല. പല ആളുകളും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഈ സാധനം മാത്രമേ ഉള്ളൂ, അവരത് മുക്കി. അപ്പൊ അങ്ങനെയെങ്കിൽ വലിയൊരു കോൺട്രവേഴ്സി ആണെങ്കിൽ നിങ്ങളത് മുക്കല്ലേ വേണ്ടത്? ഈ വിഷയം തന്നെ കട്ട് ചെയ്ത് കളയവരെ കൊണ്ട് പറ്റും. ഇത് ലൈവിൽ നിന്ന് ഇവർക്ക് മാറ്റാൻ കഴിയും. കാരണം ഇത്രത്തോളം 10-18 കണ്ടസ്റ്റന്റ് ഉണ്ട്. 2-3 ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ 72 ക്യാമറയിലൂടെ കിട്ടുന്നത് ആകെ 2-3 ആളുടെ കണ്ടന്റ്. അതല്ലാതെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് സരിക തന്നെ പുറത്തു വന്നപ്പോ പറഞ്ഞതാ. അപ്പൊ അത് മനഃപൂർവ്വമാണ്. ഓക്കെ, ഈ ഒരു സംഭവം ഇപ്പൊ ഇവരെ പൊരിച്ചല്ലോ. ഈ പൊരിക്കുന്നതിന് മുന്നേ നമ്മൾ കണ്ടൊരു ക്ലിപ്പ് വേറുണ്ട്, ആദില നൂറയോട് അനുമോള് സംസാരിക്കുന്നത്. ഒന്ന് കാണാം. ഒരാൾക്കാർ കിടക്കുമ്പോൾ അവരെ മുന്നിൽ ഇങ്ങനെ കാണിക്കാൻ ചോദിക്കുന്നത് ബോധമില്ലേ? പക്ഷെ ഓല് ഉറപ്പിച്ച് തർപ്പിച്ച് പറയാ ഞാൻ ചെയ്തില്ല. പക്ഷെ അവളുടെ ഫേസ് കണ്ടറിയല്ല പേടിച്ച് വരണ്ടിരിക്കുകയാണെന്ന്. ഓള് ഇപ്പൊ അവിടെ ഒന്ന് സംസാരിച്ചു. എന്ത് പറഞ്ഞു? ഓള് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരുന്നത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണെന്നൊക്കെയാണ് ഓള് പറഞ്ഞത്. പിന്നെ ഓക്കെ, അനുമോള് അവിടെയും സംസാരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. ഞാനത് കണ്ടു എന്ന് പറയുന്നു. ജിസേല് ഞാനത് ചെയ്തില്ല എന്ന് ആദില നൂറയോട് പറഞ്ഞു. അതിനുശേഷം അവരൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും തന്നു. അതിനിടയിൽ തന്നെ പറഞ്ഞു ഞങ്ങൾ ബാച്ചിലേഴ്സ് അല്ല, ഞങ്ങളൊരു ഉമ്മ വെച്ചാൽ എന്താന്നുള്ളത്. അപ്പൊ വീണ്ടും അതിലെ ആ ഒരു സംശയ ദൃഷ്ടിയിലേക്ക് വെക്കുന്ന രീതിയിലായി ആ ഒരു വാക്കല്ലേ. അതൊന്നും കൂടാതെ മുഖത്ത് ലിപ്സ്റ്റിക്ക് ഒന്ന് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഒരു പേപ്പർ കൊണ്ട് തുടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ട ഒരു വ്യക്തി ഇത്രയും വലിയൊരു അലിഗേഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നാണ്. അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ അവരിലേക്ക് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ കൾച്ചർ എത്രത്തോളം ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു കാര്യത്തിലൂടെ ഒക്കെ പോകുന്നത് കൊണ്ടാവും ഒരു പക്ഷെ അവർക്ക് അതൊരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അല്ലെ. ഇപ്പൊ ഒണിയിൽ പോലും പറയുന്നു അങ്ങനെ ഉമ്മ വെച്ചാൽ നിങ്ങൾക്ക് എന്താ, അക്ബർ പറഞ്ഞ ഉമ്മ വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഹിന്ദി ബിഗ് ബോസിൽ അതിലും വലുത് കാണിക്കുന്നില്ല എന്നുള്ളത്. ഹിന്ദി ബിഗ് ബോസ് കാണുന്ന ആളുകളല്ല മലയാള ബിഗ് ബോസ് കാണുന്നത്. ഇവിടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ.
നമ്മളെ മലയാളികൾ ഒരു 80% ആളുകളും ആക്സെപ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളാണ്. ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസിനെ അതിനുള്ളിൽ കൊണ്ടുവന്നത് 80% അല്ലെങ്കിൽ 85% ആളുകൾക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. പിന്നെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി 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 കൊണ്ടുവന്ന് നമ്മളെ മക്കളും ആ രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് ഭയങ്കര രീതിയിലുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ അതൊന്നും ഇവിടെ പറയുന്ന പോലും ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ലാലേട്ടന്റെ വാക്കിലേക്ക് ആവാം. അനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്നാണ് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ലാലേട്ട എനിക്ക് കിടക്കുന്നത് എന്റെ ബെഡിന്റെ അവിടെ നിന്ന് എനിക്ക് കിടക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. ഒരു കാര്യം നമുക്കത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അനുമോൾ കണ്ടു എന്ന് പറയുന്നു, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യമാണ്. ഇതെന്താണത്? ഗിസേൽ അവിടെ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം. എന്റെ ബെഡിൽ എല്ലാം കാണാം അല്ലേ, അവിടം വരെ കാണാം. എല്ലാം നന്നായിട്ട് കാണാം. അല്ല അത് കാണണ്ട, അതൊന്നും ഞങ്ങൾ അതല്ല, ഇവിടെയുള്ള എല്ലാരെയും കാണാൻ നന്നായിട്ട്. എന്റെ ബെഡ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഓർത്ത് ഇത്ര നീ കാണാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വല്ലത് കാണിക്കുന്നത്. അവിടെ നിന്ന് എല്ലാം കാണാല്ലേ? അല്ല, എനിക്ക് അത് അതിനെ കുറിച്ച് പറയേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തോ മിണുങ്ങി, ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഗെയിമിൽ നിന്നും ഹ്യൂമാനിറ്റിയിലേക്ക് പോകാന്നാണ് ആര്യം പറയുന്നത്. ആരാണ് ഹ്യൂമാനിറ്റിയുടെ ഞാൻ പറയുന്നില്ല, ഇവനെ ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവന്റെ ഹ്യൂമാനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. രേണുസുദ്ധിയൊക്കെ ചത്തുപോകുന്നൊക്കെ പറഞ്ഞ ആ ഒരു ഹ്യൂമാനിറ്റി അല്ലേ, അതിലും വലുതൊന്നല്ലല്ലോ ഇപ്പൊ ഇത്. അതുകൂടാതെ നിലവിൽ അനുമോളെ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവനുണ്ട്. ഇവിടെ നന്നായി ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്, മോശം ഗെയിം കളിക്കുന്ന ആളുകളുണ്ട്. അതിൽ നന്നായി കളിക്കുന്നവരെ മോശം കളിക്കുന്ന ആളുകളെ ആളുകൾ ചൂണ്ടിക്കാണിക്കുക, ഇടയിൽ നിൽക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കില്ല. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഒണിയലൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് പോലും അവനറിയില്ല. അവനൊക്കെ ഇപ്പോഴാണ് സംസാരിക്കുന്നത് തന്നെ. അപ്പൊ ഒണിയലിന്റെ ഭാഗം ഒന്ന് കേൾക്കാം. എന്താണ് ലാലേട്ട് ഞാൻ അന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞത്, ഈ അസംഷൻ ബേസ് ചെയ്തിട്ട് നമുക്കൊന്നും തെളിവില്ലാണ്ട് വെറുതെ കണ്ടു പറയാൻ പറ്റില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ തീരെ ഇത് കഴിഞ്ഞ് രാത്രി അനുമോളിന്റെ അടുത്ത് ഒറ്റക്ക് സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അനുമോൾ പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ. അനുമോളുടെ ഒരു ടാക്ടിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എങ്ങനെയെങ്കിലും ജിസേലിനെയും ആര്യനെയും ഇതേപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. ഒളിഞ്ഞു നോക്കേണ്ട കാര്യം എന്താ ഉള്ളത്? 24/7 നിങ്ങളെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. നിങ്ങളവിടെ എന്ത് കാണിച്ചാലും ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക. അതിൽ ഇവരെ എഡിറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ കളയുന്നുണ്ട്. അല്ല, ഇത്തരം കാര്യങ്ങൾ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും കളയില്ല. പിന്നീട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതെന്തോ ആവട്ടെ. 24/7 നിങ്ങൾ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നിങ്ങളെ കിടക്കുന്ന മുറിയിലെ ക്യാമറ പോലും ഞങ്ങൾക്ക് കാണാം. ഒരു ബെഡ്റൂം ഒക്കെ പറഞ്ഞാൽ വലിയ പ്രൈവസി ഉള്ള സ്ഥലം, അവിടെ ഒന്നും നമ്മൾക്ക് കാണാൻ പോലും പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതുപോലും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിന്നാണ് ഇത്തരം ആര്യന്റെ ഒരു സംഭവങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം പൊന്നു മോനെ. പ്രൈവറ്റ് സ്ഥലത്തേക്ക് നോക്കരുത് എന്നുള്ളത് കൊള്ളാം. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഈ ഷോയിൽ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേർപ്പസ് ആണ്. ഇവിടെ ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട്, ഒരു സെക്ഷുവാലിറ്റി റിവീൽ നിങ്ങൾ പറയുന്നത് ഒരാണും പെണ്ണും കൂടെ പതിപ്പിന്റെ എന്താ കുഴപ്പമെന്ന് വരെ നിങ്ങൾ പറഞ്ഞു. അനുമോളിന്റെ എല്ലാത്തിന്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ഈ കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ എന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി വന്നപ്പോൾ മുതൽ അയാളുടെ നോട്ടം ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെയൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്നാണ് നിങ്ങളുടെ വിചാരം? ലാലേട്ട അവിടെ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരാണും പെണ്ണും ഒരുമിച്ച് കിടന്നാൽ എന്താ കുഴപ്പം നിങ്ങൾ ചോദിച്ചു ഒണിയൽ എന്ന് പറയുന്നു. അതായത് അതൊന്നും ഒരു കുഴപ്പമില്ല, ജനങ്ങളൊക്കെ കാണട്ടെ. അതൊന്നും കൂടാതെ ലെസ്ബിയൻ കപ്പിൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, അതും ജനങ്ങൾ കാണട്ടെ, ആളുകൾ അനുകരിക്കട്ടെ. ഒരു ബന്ധമില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ബെഡിൽ ഷെയർ ചെയ്യട്ടെ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളൊക്കെ പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കട്ടെ. അതൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിനിടയിൽ അനുമോള് കണ്ടു എന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് വീണ്ടും കുത്തി 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 ചോദിക്കുമ്പോൾ അവർ അന്ന് തന്നെ മാറ്റി പറയുന്നില്ല. അതിനെ സാധൂകരിക്കുന്ന പല ദൃശ്യങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഇനി ശൈത്യയെ വിളിച്ചിട്ടുണ്ട്. കട്ടപ്പ എന്താ പറയണ നോക്കാം. ശൈത്യ, നിങ്ങൾ വലിയ അടുത്ത സുഹൃത്തല്ലേ അനുമോളുടെ? സുഹൃത്തല്ല ലാലേട്ട. അത് ആയിക്കോട്ടെ, ആയിരുന്നല്ലോ. നിങ്ങൾ കൂടെ കിടക്കുന്ന ആളല്ലേ? നിങ്ങൾ കണ്ടോ? ലാലേട്ട ഞാൻ കണ്ടിട്ടില്ല. 2-3 ദിവസത്തിന് മുമ്പ് ഇവളെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഇവളെന്നെ വിളിച്ചിട്ട് കാണിച്ചു, അങ്ങോട്ട് നോക്ക്, അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് മാറിയ ദിവസമാണ് ഇത് സംഭവിച്ചതെന്നാ പറഞ്ഞത്. കേട്ടില്ലേ? നീ എന്തിനാ അതൊക്കെ നോക്കും, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചപ്പോ അനുമോളുടെ പിരികൊന്ന് പൊന്തി. ഈശ്വര, ഇതെന്ത് ഞാൻ പറയാത്തൊരു കാര്യം എന്നുള്ളത്. 24/7 കൈ ഇങ്ങനെ തട്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനത്തിനെയാണ് ഇവർ ഈ രീതിയിൽ പറയുന്നത്, നിനക്ക് വേറെ പണിയില്ലേ എന്ന്. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അനുമോളിനെ ഇവിടെ ലാലേട്ടനും വന്ന് നോക്കിയപ്പോ മനസ്സിലായി, ഇനിയും അനുമോളെ താത്തി കെട്ടിക്കഴിഞ്ഞാലേ രക്ഷയുള്ളൂ എന്നുള്ളത്. പക്ഷെ രക്ഷയൊക്കെ മൂഞ്ചി ആള് പുറത്തു പോയിക്കണേ, അത് ഇന്ന് കാണാം. ആള് പുറത്താ, അതവിടെ നിൽക്കട്ടെ. കട്ടപ്പക്ക് എന്തായാലും പണി കൊടുത്താൽ കിട്ടാതിരിക്കില്ലല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. അനുമോളെ ആ ഒരു സാധനത്തിലും ചവിട്ടി താത്താനാണ് ശൈത്യ ശ്രമിച്ചത്. ശൈത്യക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനുമോളുടെ അറിയാം. ഓക്കെ, അടുത്ത ലാലേട്ടൻ പറയട്ടെ. അതേപോലെ തന്നെ ലാലേട്ട, ഞാൻ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചു. കാരണം എന്റെ കണ്ണിൽ കാണാത്ത കാര്യം ഞാൻ പറയത്തില്ല. ഇത്രയും വലിയ ഷോയിൽ ഇങ്ങനൊരു കാര്യം കാണിക്കത്തില്ലെന്ന് എന്തായാലും ഉറപ്പാണ്. അപ്പൊ പിന്നെ ഇവള് കണ്ടത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ആര് കാണിക്കില്ല എന്നാണ്? അവര് കാണിക്കില്ല എന്നോ അതിൽ ബിഗ് ബോസ് കാണിക്കില്ല എന്നുള്ളതാ.
രണ്ടിലും ലോജിക്ക് ഉണ്ട്. അത് ഇത്രയും വലിയ ഷോയില് ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വിടില്ല ബിഗ് ബോസ് എന്ന് അവർക്കറിയാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയുന്നത്. മലയാളികൾ കാണുന്നതാണല്ലോ ഇത്, നോർത്ത് ഇന്ത്യൻസ് കാണുന്ന പരിപാടി അല്ലല്ലോ. ശൈത്യ പറഞ്ഞ കറക്റ്റാ. പിന്നെ അവര് ചെയ്തില്ല എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ കണ്ണുപൊട്ടന്മാരല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് അവർ കണ്ടു എന്ന് പറഞ്ഞു, ഓരോരുത്തർ അവരുടെ വേർഷൻ ഓഫ് പറഞ്ഞു. പുറത്തുനിന്ന് ആരാണ് കണ്ടത്? പുറത്തുനിന്ന് അവർക്ക് ഇത് വളരെ സത്യമാണെന്ന് തോന്നാനുള്ള കാര്യം എന്താണ്? പുതുതായിട്ട് വന്ന ആൾക്കാർ എണീക്കൂ. വൈൽഡ് കാറ്റുകളാണ് നിങ്ങൾ, വൈൽഡ് കാർഡല്ല. ഓക്കെ, അതായത് പുറത്തുനിന്ന് വന്ന ആളുകൾ പോലും അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ആര് പറയുന്നത്? ബിന്നി പറയുന്നത് അല്ലെ. പുറത്തുനിന്നുള്ള ആളുകൾ കണ്ടതും ഞങ്ങൾ കണ്ടതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ബിന്നി കാലുവാരി. പക്ഷെ ബിന്നി എന്താണ് ഇന്നലെ പറഞ്ഞതെന്നും കൂടി ഒന്ന് കേൾക്കാം. എന്നോട് എന്തോ ഉണ്ട്, ഗെയിമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ ഏതാ അനുമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പം അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക, അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യണത്, എന്തിനാ എന്ന് തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ഓക്കെ, വെറുതെ എന്തിനാല്ലേ ഒരാളെ കൈ കയറി പിടിക്കണത്? ലാലേട്ട ഇതൊന്നും ചോദിക്കാതിരുന്ന വളരെ മോശമായി പോയിട്ടോ ലാലേട്ട. ഇവർക്കും തോന്നിയിരുന്നു കേട്ടോ, അങ്ങനെ പല ആളുകൾക്കും തോന്നിയിരുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇപ്പൊ ലാലേട്ടൻ ഭയങ്കര ചൂടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതൊരു കണ്ടന്റ് ആണ്, അതൊരു റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രം കൂടിയാണെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്ത് വിടാതിരുന്നാൽ മാത്രം മതി ഇവർക്ക് ഈ ഒരു സംഭവങ്ങളൊന്നും ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാം. പക്ഷെ അത് ചെയ്യില്ല. ഓക്കെ, അടുത്ത മസ്താനി പറയുന്നത് കേൾക്കാം. രണ്ടാമത്തെ ദിവസം നടന്ന കാര്യം മനു അത്രയും തറപ്പിച്ച് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോൾ അത് ചുമ്മാ പറയില്ല എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ പുറത്തുനിന്ന് കണ്ടു എന്ന് മസ്താനി പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് നിങ്ങളും അത് കണ്ടു എന്നുള്ളത്. ഓക്കെ, ഇനി പൂർണ്ണമായിട്ടും അത് അനുമോളുടെ തലയിലേക്ക് കയറ്റി വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ അത് കണ്ടതാ. അല്ല, ആൾക്കാർ ഇവിടെ പറയുന്നത് കേട്ടു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. ഒരു കാര്യമില്ല കുട്ടികളെ, നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ വന്ന് ഏറ്റവും മനോഹരമായിട്ട് കളിക്കുക, അല്ല ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഈ നല്ലൊരു ഷോ ഇല്ലാതാക്കുക. റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അനുമോളെ കൊണ്ടുവന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ ഈ ഒരു കാര്യം മാത്രം അതിൽ ദൂരെ കളയുന്നില്ല, അവിടെ നിലനിർത്തുകയാണ്, അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണ്. അതൊക്കെ ഇപ്പൊ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ, നമുക്ക് മനസ്സിലാവൂലേ എന്റെ ലാലേട്ട. ശൈത്യമുണ്ട് ഇവിടെ. ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു പറഞ്ഞു. ശൈത്യയോട് ആണോ? ശൈത്യ അല്ലേ? ക്രഷ് ഉണ്ടായിരുന്നു എന്ന് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പല കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരെ രണ്ടുപേരെയും കളിയാക്കാറുണ്ടായിരുന്നു. അത് ബിന്നിക്കും അറിയാം, ഇവിടെ പലർക്കും എവിഡന്റ് ആയിരുന്നു. ഇവര് കുഞ്ഞു കളിക്കുന്ന അങ്ങോട്ട് ഞാൻ ചാടുമ്പോ ഇവനും ഇങ്ങോട്ട് ഞാൻ ചാടും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഇവള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊരു പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു അവൻ കുഞ്ഞാണ്. അത് പറയും എപ്പോഴാ പറഞ്ഞത്? തമാശക്ക് പറഞ്ഞില്ലേ അങ്ങനെ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. അടിപൊളി. തമാശ പോലും എന്നെ ക്രഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ നിനക്ക് മടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്റെ പൊന്ന ആര്യ, ഞങ്ങൾ ഫസ്റ്റ് മുതൽ കാണുന്നുണ്ട് ശൈത്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടും അതേപോലെ നൂറയുടെ ആതിരയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടും പറഞ്ഞ ചർച്ചകളിൽ നിന്നെ ലവടിച്ച് വളച്ച് വീത്തണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവൻ ചെറുതാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതില് ഏത് രീതിയിലാണ് ശൈത്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈത്യ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും ഊളത്തരാണ്, കട്ടപ്പ തന്നെയാണ്. പുറത്ത് ഇന്ന് തന്നെ പോയിട്ടുണ്ട്. അതായത് ആര്യൻ ഒരു കുഞ്ഞാണോ? ആരുടെ കുഞ്ഞാണ് ആര്യൻ? അല്ലെ എന്റെ ഏജ് വെച്ച് നോക്കി. അതായത് നിങ്ങൾ പറയുന്ന എല്ലാം തമാശകള്, മറ്റൊരു പറയുന്ന തമാശ ഇല്ലെന്നോ? എന്താണ്? അതൊക്കെ നല്ല ചോദ്യമാണ് ലാലേട്ട. മറ്റുള്ള ആളുകൾ പറയുമ്പോ അത് തമാശയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ പറഞ്ഞത് തമാശയായിട്ട് ഉൾക്കൊള്ളണം എന്ന് പറയുന്ന കാര്യം തെറ്റാണ് അല്ലെ? അത് ലാലേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഇത് പല ആളുകളുടെ കാര്യത്തിൽ അത് ഉണ്ട് കേട്ടോ, അതും കൂടി മനസ്സിലാക്കണം. പല ആളുകളുടെ കാര്യത്തിൽ അത് ഉണ്ട്. അതിപ്പോ ശൈത്യയാണെങ്കിലും ആര്യനാണെങ്കിലും ഗിസേലാണെങ്കിലും ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അനീഷേട്ടനൊക്കെ നിരന്തരമായിട്ട് അനീഷേട്ടന്റെ പേഴ്സണൽ ലൈഫ് പോലും കൊണ്ടുവരേണ്ട കാര്യം അവിടെ ഇല്ല. ആ അകത്ത് നടക്കുന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ അല്ല പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു. മസ്താനിയൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിൽ നിന്ന് വഴുതി മാറണ്ട, നമുക്ക് ഈ വിഷയത്തിൽ തന്നെ വരാം. ആര്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരുടെ ബോയ് ഫ്രണ്ടിന്റെ എന്തോ പൊട്ടിപ്പോയെന്നോ? ആരുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചാ? അനുമോളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് പുറത്ത് ഉള്ളൊരു കാര്യം അല്ലേ ലാലേട്ട? അത് അക്ബറും ആര്യനും എല്ലാരും കൂടി വിളിച്ചിട്ട് ചോദിച്ചതാണ്. അനുമോൾക്ക് പുറത്തൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഉദ്ദേശം ചേട്ടൻ ഉണ്ടായിരുന്നില്ല ആ ഒരു കോൺവെർസേഷൻ? ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ മഞ്ഞ ഞാൻ ആരോടൊക്കെ ചോദിച്ചു, അവള് പറഞ്ഞോ ഞാൻ ചോദിച്ചത്. ആ
സമയത്താണ് ചോദിച്ചത് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് സ്റ്റോറി ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അവരുടെ ടാസ്കില് പേഴ്സണൽ ലൈഫ് പറഞ്ഞപ്പോ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈജി കോർണറിൽ വെച്ചിട്ട് എന്താ പ്രണയത്തിന്റെ കാര്യം പറയാൻ. അപ്പോൾ പറഞ്ഞു അവൾക്ക് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല, അതാണ് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക്. നിങ്ങളാണ് ഓക്കെ, ഈ കാര്യത്തില് ലാലേട്ടൻ പൂർണ്ണമായിട്ടും അനുമോളെ ചവിട്ടി താഴ്ത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അനുമോൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടൊക്കെ തന്നെ. എനിക്കറിയില്ല, ആര്യം വന്ന് പറഞ്ഞ കാര്യം അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയണ കാര്യമാണ് എന്നാ പറഞ്ഞത്. നമുക്കറിയില്ല കേട്ടോ ഒന്നു മോനെ. അങ്ങനെ ഒരു വിഷയം അവർ ഒഴിവാക്കിയ ഒരു വിഷയമാണെങ്കിൽ പിന്നെ അത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഏതൊരാളുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് ഇടപെടുമ്പോഴും അത് ശ്രദ്ധിക്കണം. മസ്താനി ഇവിടെ എന്താ പറഞ്ഞത്, നീ എന്താ പറയാഞ്ഞു പറഞ്ഞില്ല. മസ്താനി ശരിക്കും നാരദനാ. ഇതേ മസ്താനി തന്നെ ഈ അനീഷിനെ ഇട്ടിട്ട് കുറ്റം പറഞ്ഞ് നമ്മൾ കണ്ടതാ. അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 കുറ്റം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അനുമോളെ തള്ളിയിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ തള്ളുന്നതും കൂടി കാണാം. എന്താ പറയാ, ഇപ്പം ജിസൈലും ആര്യനും ഫസ്റ്റ് തന്നെ കടന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്നുള്ള കാര്യം ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞതുമാണ്. ഇവിടെ ആരാ പുതപ്പിന്റെ അടിയിൽ കിടക്കാതെ? ആരാ? ഞാൻ, അക്ബർ, അപ്പാണി, 2 ഗേൾസ്, ഗേളും ബോയും, ബോയും ബോയും, ഗേളും ഗേളും, എല്ലാരും പുതപ്പിന്റെ ഇടയിൽ കിടന്ന സ്റ്റോറിയൊക്കെ പറയും. അന്ന് പറഞ്ഞിട്ട് ഇവളൊന്നും കണ്ടിട്ടില്ല ലാലേട്ടാ. ഇവളൊന്നും കണ്ടിട്ടില്ല ലാലേട്ട. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തിനാണ് എന്റെ പൊന്നു ലാലേട്ട പ്രേക്ഷകര്, മലയാളികൾ, കുടുംബ പ്രേക്ഷകര് കാണുന്ന പരിപാടിയാണല്ലേ ഈ ആണും പെണ്ണിനും ഇടകലർത്തി കിടത്തേണ്ട കാര്യം എന്തുള്ളത്? ഇവരെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വന്നവരൊന്നുമല്ല, പല സ്ഥലത്ത് നിന്നവരെ, പല കൾച്ചറൽ ആളുകളാ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള കുട്ടികൾ 18+ അല്ല, ഇത് 16+ആ. ആ ആളുകൾക്കൊക്കെ ഈ ഒരു സംഭവം ഒരു പ്രശ്നമല്ലായിട്ട് തോന്നും. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഞാനിവിടെ രക്ഷിതാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത് തന്നെ കൂട്ടിക്കോ. ഒരു പരിചയമില്ലാത്ത ആളുകളെ എന്തിനാണ് ആണും പെണ്ണും ഇടകലർന്ന് ഇരിക്കുന്നത് പോലെയല്ല കിടക്കുന്നത്? അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എന്നെ സദാചാരമായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം. അത് എന്തുണ്ടായാലും എനിക്ക് തേങ്ങാക്കോലെ. ഈ ഒരു വിഷയം രക്ഷിതാക്കൾ കാണുന്നുണ്ടാവുമല്ലോ, അവരോടാ പറയുന്നുള്ളത്. ചിലപ്പോൾ 2K കിഡിനൊക്കെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ദേഷ്യമായിട്ട് തോന്നും. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം കുറച്ച് ലോകവിവരമുള്ള ആളുകൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ആണിനും പെണ്ണിനും വേർതിരിച്ച് ബെഡുകൾ കൊടുത്താൽ എന്താ പ്രശ്നമുള്ളത്? കൊടുക്കണം. കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ സീസണിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കിടന്നില്ല എല്ലാവരും. അത് തന്നെയാണ് ഇവിടെയും ഇപ്പൊ കൊണ്ടുവരേണ്ടത്. എന്നിട്ട് കൂടെ കിടന്ന ആളുകളുടെ പേരെടുത്ത് പറയുമ്പോൾ എത്രത്തോളം നാണക്കേട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആര്യന്. ആർക്കും അറിയാത്ത വിഷയങ്ങൾ പോലും അവൻ വിളിച്ചു പറയുമ്പോ അല്ലെ. ഇപ്പൊ രണ കിടന്ന് കരഞ്ഞ് നമ്മൾ കണ്ടില്ലേ, രണ ഫാത്തിമ കിടന്ന് കരഞ്ഞ എന്തുകൊണ്ടാ? അതൊക്കെ മനസ്സിലാക്കില്ല അല്ലേട്ടാ, കുടുംബ പ്രേക്ഷകർ കാണുന്നതാണേ. അവിടെ നമ്മൾ കിടക്കുമ്പോൾ അവള് വെറുതെ സ്റ്റോറി കണ്ടു എന്നാണ് പറയുന്നത്. അനുമോൾ എന്ത് കണ്ടു? പറയൂ, എന്ത് കണ്ടു? പുതപ്പിന്റെ അടിയിൽ എങ്ങനെ, എന്താ കണ്ടത് നിങ്ങൾ? എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. എന്ത് കാണും? നിങ്ങൾ ഇപ്പൊ ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്ത് കണ്ടു എന്ന് പറയൂ. അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. അപ്പൊ ഞങ്ങളാരും കണ്ടില്ലല്ലോ. അത് നിങ്ങൾ മാത്രം എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ കള്ളം പറയാണോ? എനിക്ക് തോന്നുന്നു. കാരണം അനുമോൾ ഇത് ഉറപ്പിച്ച് പറയുന്നു, ഞാൻ കണ്ടു. അതിനൊരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. നിങ്ങൾ ഈ അനുമോള് പറഞ്ഞ എല്ലാ ക്ലിപ്പ് എടുത്ത് നോക്കിക്കോ, ഒരു സാധനം പോലും മാറ്റം വന്നിട്ടില്ല. ഒന്നിൽ ഉറച്ചു നിൽക്കുന്നു. ആണും പെണ്ണും ഉമ്മ വെച്ചത്, അല്ലെങ്കിൽ ഇവർ ഉമ്മ വെച്ചത് ഞാൻ കണ്ടു എന്നുള്ളത്. നമ്മളൊരു ആംഗിളിൽ നിന്നുള്ള ക്യാമറയെ കാണുന്നത് സൈഡിൽ നിന്ന്, നേരിട്ടൊരു കുത്തനെയുള്ള ആംഗിൾ എന്താ കണ്ടതെന്ന് നമുക്കറിയില്ല. പിന്നെ വൈൽഡ് വളരെ ദൂരത്തു നിന്നുള്ള ഒരു ക്യാമറ ആംഗിളിൽ നിന്ന് നമ്മൾ മറ്റൊരു ക്ലിപ്പ് കണ്ടു. അത് അവൻ പുറത്തു പോയി കുറെ സമയം ബെഡിൽ കിടന്ന് ഇതാവുന്നത് കണ്ടു. അനുമോൾ അവിടെ ഉറങ്ങാതെ ഇത് കണ്ടുകൊണ്ടിരുന്നിരുന്നു. ശൈത്യ തന്നെ പറയുന്നു അനുമോൾ അവിടെ കണ്ണും തുറന്നിരുന്ന് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നുള്ളത്. ആദിലനൂറ പോലും പറയുന്നു അതേ കാര്യം തന്നെ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ എല്ലാ ക്യാമറയും 24 മണിക്കൂറും റെക്കോർഡിംഗ് തന്നെ അല്ലേ. അവള് കണ്ടു എന്ന് പറഞ്ഞ ഡേറ്റിലുള്ള ക്യാമറകൾ മുഴുവൻ 2 ആംഗിൾ ക്യാമറ 3 ആംഗിൾ ക്യാമറ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് പരിശോധിച്ചാൽ കാര്യം മനസ്സിലാവില്ല ലേട്ടാ. എനിക്ക് അതറിയില്ല ലാലത്തെ, ഞാൻ കണ്ടതാണ് പറയുന്നത്. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു. ഇത് 10-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയില്ല കേട്ടോ. 6 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നോക്കിയിട്ടും കണ്ടില്ല എന്നാ പറയുന്നത്. ആ ഒരു ബെഡ്റൂമിൽ 1, 2, 3 ക്യാമറ ഒക്കെ ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ആ 3 ക്യാമറയിൽ അനുമോള് കണ്ട ആംഗിൾ വെച്ചിട്ട് നോക്കിയാൽ തന്നെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അല്ലെങ്കിൽ അനുമോളെ ദൂരെ കളയണം, അനുമോളെ ഒഴിവാക്കണം. തീർച്ചയായിട്ടും അവളെ പിടിച്ച് പുറത്താക്കണം. കാരണം അവളൊരു തെറ്റായ കാര്യം, ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമെന്നല്ലേ പറയുന്നത്. അനുമോൾ ഇത് ആദിലിനോടും നൂറയോടും പറയുന്നതെന്ന് കേൾക്കാം. കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നതായി പോയി, ഇവരെന്തീ കാണിക്കുന്നത്, ഇവർക്ക് ബോധം ഇല്ലേന്നായി പോയി. അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ നോക്കും, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും നോക്കി, ഇതെന്താ ശരിക്കും എന്താ സംസാരിക്കുന്നതാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഒന്ന് നന്നായിട്ട് നോക്കിയപ്പോൾ ലൈറ്റ് ഇരുട്ടല്ലേ, നന്നായിട്ട് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ്. നന്നായിട്ട് കണ്ടപ്പോൾ ഇത് തന്നെ. അല്ലേട്ടാ, അവൾ അതിൽ നിന്ന് മാറുന്നില്ലല്ല, അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ലൈറ്റ് ഇല്ല, ആ റൂമിൽ വെളിച്ചല്ല,
നമ്മൾ കാണുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു നൈറ്റ് വിഷൻ ക്യാമറ ദൃശ്യങ്ങളാണെന്നുള്ളത്. അതൊന്ന് കണ്ടോക്കെ. അയാൾ ഇതാ വന്നു, അതാ പുതപ്പ് എടുത്ത് മൂടുന്നു, കിടക്കുന്നു, അല്ലേ? ഇതൊരു ആംഗിളാണേ. ക്യാമറ വേറെ ആ കണ്ണാടിയുടെ അടുത്തൊരു ആംഗിളിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ ഇങ്ങോട്ട് തിരിച്ചാലേ കാണുള്ളേ. ആ ക്യാമറ വേറെ ആംഗിളിലേക്കാ തിരിഞ്ഞു കിടക്കുന്ന വെച്ചാൽ അവിടെ നിന്നുള്ള ഒന്നും കാണില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഫോക്കസ് ചെയ്യുന്നത് ഒരേ സമയം പല ക്യാമറകളും അവരുടെ ഇഷ്ടാനുസരണമാണ് എന്നുള്ളതാണ്. ഇവിടെ അടുത്ത പുതപ്പിലേക്ക് ഞാൻ എന്താ പറയേണ്ടത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഈ ഒരു സാധനത്തിൽ അനുമോള് ഒരു പൊടിക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അനുമോള് കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല ലാലേട്ടാ. പിന്നെന്താണ്ട് ഒരു പെണ്ണ് ചെക്കൻ അടുത്ത് വന്ന് ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ഉമ്മ കൊടുക്കും, കിസ് ചെയ്യും. ഒരു ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കിസ് ചെയ്യും. ഞാനത് കണ്ടു. ഈ ഒരു വാക്കിൽ നിന്നും അനുമോൾ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. അങ്ങനെ അനുമോൾ നുണയാണ് പറഞ്ഞത് എന്ന് ഇവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയണം, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു സാധനം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു വിഷ്വൽ ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളഞ്ഞില്ല? അവിടെ എന്താ? റേറ്റിംഗ് ആണ്. അപ്പൊ അനുമോള് വന്നതും അനുമോള് പറഞ്ഞത് എന്താ? റേറ്റിംഗിന് വേണ്ടി എന്നെ പിടിച്ചതാണെന്നുള്ളത്, റേറ്റിംഗിന് വേണ്ടി എന്നെ പിടിച്ചിട്ടതാണെന്നുള്ളത് അനുമോള് പറഞ്ഞ കറക്റ്റാ. റേറ്റിംഗിന് വേണ്ടി തന്നെയാണ് അനുമോളെ പിടിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ചെയ്യാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് ഇടപാൾ സൈനിങ് ഓഫ്.